ഹായ് ഓൾ. ഈ എംബ്ലം കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് വണ്ടി എന്നുള്ളത്, എന്തിൻ്റെ വിശേഷമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും. എല്ലാവർക്കും KNK ഓട്ടോമൊബൈൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ടാറ്റ SC ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് SCയുടെ ക്യാബിനകത്താണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഇത്രയും നേരെ ഒരു അരടി പൊക്കമുള്ള ഒരാൾക്ക് എങ്ങനെ SC ലോറിക്കകത്ത് നിൽക്കാൻ സാധിക്കുമെന്ന്? കാരണം ഈ വണ്ടി ക്യാബിനെല്ലാം പൊളിച്ച് ഇരുമ്പ് ബോഡി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇരുമ്പ് ക്യാബിൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു വാർത്തകളാണ്, വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. അപ്പം നമ്മളിതിൻ്റെ ഒരു മോണറ്റിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഇത്രയും വർക്ക് ഇതിനായിട്ടുണ്ട്. അപ്പം പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, തടി ക്യാബിനായിരുന്നു, ബെർത്തുള്ള ക്യാബിനായിരുന്നു. അപ്പോൾ ഇത് ബെർത്ത്ലെസ് ക്യാബിൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇപ്പം നിലവിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. സൈഡ് ഭാഗങ്ങളൊക്കെ കയറിയിട്ടുണ്ട്, പാനലൊക്കെ കയറിയിട്ടുണ്ട്, സൈഡ് പാനലൊക്കെ ഡാഷ് കാലൊക്കെ കവർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പാച്ച് വർക്ക് ഉണ്ടായിരുന്ന വണ്ടിക്ക് നമുക്കത് കാണാൻ സാധിക്കും. അതിൻ്റെ ടോപ്പ് ആയിക്കോട്ടെ, അതുപോലെ നെറ്റിപ്പലകിയിരിക്കുന്ന ഭാഗമായിക്കോട്ടെ ഒക്കെ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ 2 ഡാഷ് കാലിൻ്റെ സൈഡ് പാനലുകളും, അതായത് നമ്മുടെ ഗ്ലാസ് ഫ്രെയിം വരുന്ന ഭാഗങ്ങൾക്ക് മൊത്തം പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. കുഴുത്തിരും അത്രയും പീസൊക്കെ വെട്ടി മാറിയാണ് നമ്മൾ ഈ സൈഡ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പൂർണ്ണമായും ഇരുമ്പിലാണ് നമ്മുടെ ഈ SC ലോറിയുടെ ക്യാബിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇനി മൊത്തം വെൽഡ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. സ്പോട്ട് ചെയ്യാൻ നിർത്തിയിട്ടേ ഉള്ളൂ. അളവുകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് വേണം ഇനി ഫുൾ ഫിനിഷിംഗ് ആയിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി. ഈ ക്യാബിൻ്റെ ബേസ് ഉറപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ ബേസ് ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വണ്ടികളുടെ ചെയ്സിൽ തന്നെയാണ്. അപ്പം വേറെ ചെയ്സ് കൊണ്ടുവന്നിട്ട് കേട്ടറാക്കി നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമല്ല, അതിൻ്റെ പുറകിലും അതിൻ്റെ ചെയ്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഈ ബെർത്ത്ലെസ് ആക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 2 അടി മിച്ചം പ്ലാറ്റ്ഫോമിന് നീളം കിട്ടുകയാണ് നമ്മുടെ വണ്ടിക്ക്. അപ്പം കാര്യമായ മാറ്റങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ വരുന്നില്ല എന്ന് ആർക്കും തോന്നാതിരിക്കില്ല. കാരണം ബെർത്ത് കുറയുമ്പോൾ തന്നെ വണ്ടിയുടെ ക്യാബിൻ്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ടോപ്പും ക്യാബിൻ്റെ നെറ്റിപ്പലകയും നെയിം ബോർഡും ഒക്കെ ഇനി കയറാനുള്ളതാണ്. അതെല്ലാം തടിയേലായിരുന്നു, ഇനി അതെല്ലാം നമ്മൾ ഇരുമ്പയിൽ റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ അകം പുറമെല്ലാം ഇനി നമുക്ക് തീർത്ത് വെൽഡ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഡാഷ് കാലിൻ്റെ ഇന്നർ പീസുകളൊന്നും നമ്മൾ വെച്ചിട്ടില്ല, അതെല്ലാം ഇനി ഉണ്ടാക്കി വെക്കാനുള്ളതാണ് ഈ വണ്ടിക്കുള്ളത്. തീർത്തും വെൽഡിങ് എല്ലാം നമുക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. പ്രൈമറെല്ലാം അടിച്ചിട്ട് വേണം നമുക്കിനി ഇത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുക്കാനുള്ളത്. തടിക്കാവിനായിരുന്നപ്പം പൊളിച്ചു വെച്ച ഭാഗങ്ങളൊക്കെ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിപ്പുണ്ട്. അതിൻ്റെ ടോപ്പൊക്കെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ഇനി ഈ ഭാഗങ്ങളൊക്കെ നമുക്കിനി ഇരുമ്പേൽ നിർമ്മിക്കേണ്ടതുണ്ട്. കവിളും ബോണറ്റും ഒക്കെ നല്ല ഷേപ്പുള്ള കവിളും ബോണറ്റുമാണ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഈ ഡാഷ് കാറൊക്കെ കയറി നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരു നല്ലൊരു തലയെടുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എക്സാക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വണ്ടിയുടെ ഒരു പുറകു വശത്തേക്ക് ചെല്ലുമ്പോഴാണ്. കാരണം അതിൻ്റെ പുറകു ഭാഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ നല്ല ഹൈറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ വലിയ അളവിൽ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മുടെ വണ്ടിക്ക് ഒരു തലയെടുപ്പ് ഉണ്ടാകുന്ന രീതിയിൽ. നമ്മളെപ്പോഴും ക്യാബിൻ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് വണ്ടിയുടെ തലയെടുപ്പ് ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല. ഒത്ത കൊമ്പനെ പോലെ തന്നെ നമ്മുടെ SC ലോറി നിൽക്കണം എന്നുള്ളത് നമ്മുടെ ഒരു നിർബന്ധമാണ്. അപ്പം ഹൈറ്റിന് വലിയ വ്യത്യാസമൊന്നും വരുത്താതെയാണ്, എന്നാൽ വണ്ടിക്ക് കണ്ടാൽ നല്ല തലയെടുപ്പ് തോന്നുന്ന രീതിയിലാണ് നമ്മുടെ ക്യാബിൻ നിർമ്മാണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ SC ലോറിയുടെ ക്യാബിൻ നിർമ്മാണത്തിൻ്റെ, അതായത് തടി മാറി ഇരുമ്പ് കൊണ്ട് ക്യാബിൻ നിർമ്മാണത്തിൻ്റെ ചെറിയ വിശേഷങ്ങൾ. അപ്പം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഇനി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ടോപ്പ് ഉണ്ടാക്കുന്നതും ഡാഷ് കാലും സൈഡ് ബാൻഡും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ wait for the new video. Thank you.